ഹായ് കൂട്ടുകാരി, വിക്രം വേദയുടെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം മനസ്സിലാക്കുകയാണ് കേട്ടോ, നമ്മുടെ ശ്രീകാന്താണ് വിക്രമിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതെന്നും അതുപോലെ തന്നെ വിവാഹത്തെ എതിർക്കാനാണ് ശ്രീകാന്തിൻ്റെ ഈ ഒരു തീരുമാനമെന്നുമൊക്കെ മനസ്സിലാക്കുന്ന വിക്രമിന് വല്ലാണ്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ ചോര തിളച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ വിക്രമാണെങ്കിൽ ശ്രീകാന്തിനെ ചുടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വരുന്ന വിക്രമാണെങ്കിൽ എല്ലാവരുടെയും നിർബന്ധപ്രകാരം, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛമ്മയുടെ നിർബന്ധപ്രകാരം എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ. വിക്രം തന്നെ ചിന്തിക്കുന്നുണ്ട്, ശ്രീകാന്തിന് ഇത് ഒരു വലിയൊരു അടി തന്നെ ആയിരിക്കും. എന്തായാലും ഇത്രയുമായില്ലേ, ആ വേതാളം എന്നെ വിട്ടു പോവുകയുമില്ല. അപ്പോൾ കല്യാണമെങ്കിൽ കല്യാണം എന്ന് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ ആർഭാടകരമായി വളരെ ഗംഭീരമായിട്ട് നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം നടക്കുകയാണ് കേട്ടോ. വേദയും ഒരുപാട് ഇപ്പോൾ വിക്രമിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമിൻ്റെ മനസ്സ് ശുദ്ധിയാണെന്നും വിക്രം എന്തായാലും നല്ലൊരു ആളാണെന്നും ഒക്കെ വേദ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പഴയതിൽ നിന്നും വിക്രമിനെ ഒരു നല്ലൊരു മനുഷ്യനാക്കി, ഒരു പുതിയൊരു മനുഷ്യനാക്കി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേദയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുന്ന വേദ വിക്രമിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആയിരിക്കും വിക്രമിനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും വിക്രമിൻ്റെ ഈ ഒരു അവസ്ഥ വീട്ടുകാരെ എത്രമാത്രം ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വിവാഹം കഴിഞ്ഞു എന്ന് അറിഞ്ഞതോടുകൂടി ശ്രീകാന്തിൻ്റെ സമനില തെറ്റിയെന്ന് തന്നെ പറയാം. ശ്രീകാന്തിന് സ്വത്തെല്ലാം ഇനി പോകുമോ, അതുപോലെ തന്നെ വേദനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമോ എന്നൊക്കെയുള്ള ആദി വല്ലാണ്ടങ്ങ് കൂടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒന്നും അങ്ങ് ഏൽക്കുന്നില്ല. അച്ഛൻ്റെ മനസ്സും മാറുക എന്ന് മനസ്സിലാക്കിയ ശ്രീകാന്താണെങ്കിൽ എന്തെങ്കിലും വലിയ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇനി പെങ്ങൾ സ്നേഹമൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും വലിയ രീതിയിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും, അത് നോക്കി നിൽക്കേണ്ട ഒരാളായി മാറും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ വിക്രമിനിട്ട് പുറകെ നടന്ന് പാര വെക്കുകയാണ് കേട്ടോ. ഇതെല്ലാം മനസ്സിലാക്കുന്ന വിക്രമാണെങ്കിൽ ശ്രീകാന്തിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി നിൽക്കുകയാണ്. അതായത് കൊല്ലാനും തല്ലാനും ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഇമോഷണലി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തന്നെ നമ്മുടെ വിക്രം തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമും വേദയും ഇപ്പോഴും അകന്ന് ജീവിക്കുകയാണ്. പരസ്പരം ഒരു വിധത്തിലുള്ള സ്നേഹബന്ധങ്ങളും ഇല്ലാന്ന് നമ്മുടെ ശ്രീകാന്തിനും വീട്ടുകാർക്കും ഒക്കെ തന്നെ അറിയായിരിക്കുവേ. ഇത് മനസ്സിലാക്കുകയാണ് കേട്ടോ വിക്രമും. അങ്ങനെ ഇടയ്ക്കൊരിക്കൽ എവിടെയോ വെച്ച് വിക്രം ശ്രീകാന്തും കണ്ടുമുട്ടാനിടയാകുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ അധികമൊന്നും ആളാവണ്ട, എൻ്റെ പെങ്ങളുമായിട്ട് നീ വാഴില്ലാന്ന് എനിക്ക് ഉറപ്പാണ്, നീ അതിന് കിനാവ് കാണണ്ട, അവളുടെ സ്വത്തിന്മേലാണ് നിൻ്റെ കണ്ണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ദാരിദ്ര്യം പിടിച്ചിട്ട് മാഷിൻ്റെ മോനല്ലേ, അപ്പോൾ ഇത്രയും സ്വത്തും ഒക്കെ കിട്ടുമ്പോഴത്തേക്കിനും നീ അതിൽ മയങ്ങില്ല എന്ന് ആര് കണ്ടു, അതുകൊണ്ട് നീ അതൊന്നും ഓർക്കണ്ട, എനിക്കറിയാം, എന്തായാലും നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ അനിയത്തി നിൻ്റെ വലയിൽ വീണു എന്ന് ഞാൻ കരുതുന്നുണ്ട്, പക്ഷേ ഒരിക്കലും നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല, നീ നോക്കുകയോ എന്നൊക്കെ വെല്ലുവിളിക്കാണ് കേട്ടോ. ഈ വെല്ലുവിളി കേൾക്കുമ്പോൾ നമ്മുടെ വിക്രമിനെ അങ്ങ് ചൊറിഞ്ഞ് കയറുകയാണെ. വിക്രം തീരുമാനിക്കുകയാണ്, എന്തായാലും വേണ്ടില്ല, ഇവൻ്റെ മുൻപിൽ ഞാനും വേദയും സ്നേഹത്തിലാണെന്ന് തെളിയിച്ചിട്ട് തന്നെ കാര്യം, അത് അങ്ങനെ അവൻ്റെ മനസ്സമാധാനം എനിക്ക് കിടത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുന്നതിന് ശേഷം നമ്മുടെ വേദയോട് പറയുന്നുണ്ട്, വേദ ഒന്ന് പുറത്തേക്ക് വരണം, എൻ്റെ കൂടെ അർജൻറ്റ് ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ അർജൻറ്റ് കാര്യം, അല്ല ഞാൻ തന്നെ വരണോ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ വന്നേ പറ്റൂ, ഒരു അർജൻറ്റ് കാര്യമാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദനയും കൂട്ടി പോകുമായിരിക്കും കേട്ടോ. ഇതിലാണ് പോകുന്നത്, ബൈക്കിൽ, അല്ലാതെ വേറെ ഏതി പോകാനാ, കയറങ്ങോട്ട്, നീ ഇതിന് മുൻപ് കയറാത്തതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, താലി കിട്ടിയതിൻ്റെ അധികാരമാണോ എൻ്റെ ഭർത്താവ് വിക്രുവേട്ടൻ കാണിക്കുന്നത്? കൂടുതൽ വാചകോടിയും വർത്താനമൊന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാച്ചാൽ മതി, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീയോ എന്ന് പറഞ്ഞിട്ട് വേദയും കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ. നേരെ ചെല്ലുന്നത് ശ്രീകാന്തിലുള്ള സ്ഥലത്തായിരിക്കും. അവിടെ ചെന്നിട്ട് ശ്രീകാന്ത് അവിടെയാണെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് അവിടെ ചെന്നിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവിടെ ജ്യൂസൊക്കെ ഉണ്ടാവും, ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ശ്രീകാന്ത് പെട്ടെന്ന് കാണുന്നുണ്ട്, പക്ഷേ വേദ ശ്രീകാന്തിനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേനും വെയിറ്റർ വരുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എനിക്കൊരു ഷാർജ, വേദ നിനക്കെന്താ വേണ്ടത്, ഇഷ്ടമുള്ളത് മേടിക്കുക, പിന്നെ വീട്ടിൽ ചെന്നിട്ട് പരാതി പറയല്ലോ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹം അഭിനയിക്കാൻ കേട്ടോ നമ്മുടെ വിക്രം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ അങ്ങ് ഞെട്ടുകയാണ്, ഇതെന്താ സംഭവം, ഇവർ തമ്മിൽ ഇത്ര അടുപ്പമൊക്കെ ഉണ്ടായിരുന്നോ, കോഫി ഷോപ്പിൽ വന്ന് കോഫിയൊക്കെ കുടിക്കുന്നു, അപ്പോൾ ഞാൻ അറിഞ്ഞതൊക്കെ വെറും കളവായിരുന്നോ? അല്ല,
എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷമാണെങ്കിൽ ഇങ്ങനെ എന്താ ഷേക്കൊക്കെ വരികയാണ്. അങ്ങനെ വേദ ജ്യൂസും കുടിക്കുന്നുണ്ട്. വേദ എന്നിട്ട് ഒരു കള്ള നോട്ടം നമ്മുടെ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം മുഖം കൊടുക്കാതെ അങ്ങ് മാറ്റി മാറ്റി നിൽക്കുകയാണേ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ ഇങ്ങനെയൊക്കെ, എന്തോ ഒന്ന് അഭിനയിക്കുന്ന പോലെ. ഞാൻ അഭിനയിക്കാനോ? അഭിനയിച്ചൊന്നുമല്ല, ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ഒരാൾക്ക് ഒരു ആഹാരമോ വെള്ളമോ വാങ്ങിക്കൊടുക്കുന്നത് എൻ്റെ കടമയല്ലേ, അത് ഞാൻ ചെയ്യേണ്ട മര്യാദയല്ലേ, ആ മര്യാദയുടെ പേർക്ക് ചെയ്തെന്നുള്ളൂ, വേണേൽ വേഗം കുടിച്ചിട്ട് വരാൻ നോക്ക് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇപ്പോഴാണ് എൻ്റെ വിക്രുവേട്ടനായത് എന്ന് വേദയും മറുപടി കൊടുക്കുകയാണേ. ശേഷം രണ്ടുപേരും ജ്യൂസൊക്കെ കുടിക്കാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും എന്താ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ സഹിക്കണില്ലല്ലോ. ശ്രീകാന്തും പുറകെ ചെല്ലാൻ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് വിക്രം മനസ്സിൽ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്, എനിക്കറിയാം നീ ഞങ്ങളുടെ പുറകിൽ മൂട്ടിന് തീ പിടിച്ച പോലെ ഓടി വരുമെന്ന് ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ബൈക്കിൽ പിന്നെയും പോകാണ് കേട്ടോ. അങ്ങനെ നേരെ ചെല്ലുന്നത് കടപ്പുറത്തേക്കായിരിക്കും കേട്ടോ. ഇതെന്താ ഇവിടെ വന്നത്? ഇവിടെ വരേണ്ട ഒരാവശ്യമുണ്ട്, ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വരും അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഓ അങ്ങനെ ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദയെ നിൽക്കുകയാണ്. അല്ല എന്തായാലും കടപ്പുറം വരെ വന്നതല്ലേ, അത് കുറച്ച് നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ കുറച്ച് നടക്കാം. എനിക്ക് നടക്കുമൊന്നും വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നടക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് വിക്രം നടക്കുമ്പോൾ അല്ലേ പറഞ്ഞല്ലേ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് വേദയും നടക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് അവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ പറഞ്ഞിട്ട്, അയ്യോ എൻ്റെ വിക്രുവേട്ടന് എന്ത് പറ്റി, തനിക്ക് വല്ല ആരെങ്കിലും അടിച്ചായിരുന്നോ, നിങ്ങൾ പണ്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്ത് ആരെങ്കിലും തിരിച്ച സമ്മാനം തന്നോ, അല്ല അതുപോലെ ഇപ്പം നിങ്ങളുടെ പെരുമാറ്റമേ, ഞാൻ പറഞ്ഞു നീ ഇനി ഒരു അക്ഷരം മിണ്ടിയ ഞാൻ ഈ കടലിൽ നിന്നെ മുക്കിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിക്രം നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് നോക്കുന്നതെന്ന് കാണുമ്പോൾ വിക്രം തനിയെ ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറയാൻ കേട്ടോ. അതായത് വേദയോട് ദേഷ്യപ്പെടുന്നതാണെങ്കിലും അത് ചിരിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുന്ന വിക്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദനെ വലിച്ചിട്ട് ഒരു കവളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ശ്രീകാന്ത് എന്നിട്ട് ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വിക്രമിനോട് വേദ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഈ കാണിച്ചത്, ഈ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചിട്ട് വേദ ചൂടാകുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നത്, അത് ഒരു കയ്യബദ്ധം, അത് ഞാൻ ഇങ്ങനെയല്ല ചിന്തിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് വേദ പറഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അപ്പോൾ ബീച്ചിൽ കൊണ്ടുവരുന്നു, ജ്യൂസ് മേടിച്ച് തരുന്നു, അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ഇതായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ വാ വീട്ടിൽ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം ചിന്തിക്കുന്നുണ്ട്, ആകെ നാണക്കേടായിപ്പോയി, എൻ്റെ ഇമേജ് തന്നെ അവളുടെ മുമ്പിൽ തകർത്ത് പോയി, എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കി അവൾക്ക് മുമ്പിൽ കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ രാത്രിയിൽ കിടക്കാൻ നേരം ഇങ്ങനെ വിക്രമിനെ ഓരോന്ന് പറഞ്ഞ് ചുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് ഉമ്മ വന്ന് ഞാൻ ഇതെല്ലാവരോടും പോയി പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നിവൃത്തിയില്ലാതെ വിക്രം സത്യമായ കാര്യങ്ങൾ പറയാണ്. നിൻ്റെ ആങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്, അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്നും അല്ലെ നിൻ്റെ ഭർത്താവ് എന്നുള്ള അധികാരത്തിൽ ഒന്നും തന്നതല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വിക്രം തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടമാവുന്നുണ്ട്. കാരണം തൻ്റെ ആങ്ങളേനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിക്രം അങ്ങനെ കാണിച്ചപ്പോൾ നമ്മുടെ വേദയ്ക്ക് വല്ലാണ്ടങ്ങ് വിഷമമാവുകയാണ് കേട്ടോ.